തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 12-ാം തീയതി. ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായമാണ്. ഇത് മനോഹരമായിരിക്കും അധ്യായമാണ്. ജോസഫിൻ്റെ ജീവിതം തന്നെയാണ് ഈ അധ്യായത്തിൽ പ്രതിഫലിച്ച് കാണുന്നത്. ഈ അധ്യായത്തിലെ ഈ പ്രായോഗിക ബുദ്ധി ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. നമുക്കറിയാം, ജോസഫിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചു. ജോസഫ് ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞത് 7 സംവത്സരങ്ങൾ സമൃദ്ധിയുടെ വർഷങ്ങളായിരിക്കും, ധാരാളം വിളവുണ്ടാകും. അതിനുശേഷമുള്ള 7 സംവത്സരങ്ങൾ ക്ഷാമത്തിൻ്റെ വർഷങ്ങളായിരിക്കും. സമൃദ്ധിയുടെ വർഷങ്ങൾ മറന്നുപോകും ജനങ്ങൾ. ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നത് പോലും മറന്നുപോകും എന്ന് പറഞ്ഞു. എന്നിട്ട് ജോസഫ് ഒരു ബുദ്ധി ഉപദേശം പറഞ്ഞു. എന്താണ്? ഈ സമൃദ്ധിയുടെ കാലത്ത് ധാന്യം ശേഖരിച്ച് ധാരാളം വെച്ചാൽ ക്ഷാമത്തിൻ്റെ കാലത്ത് അത് ഉപയോഗിച്ച് ജനങ്ങളെ രക്ഷിക്കുവാനായിട്ട്, രാജ്യത്തെ രക്ഷിക്കുവാനായിട്ട് കഴിയുമെന്നൊരു പ്രായോഗിക ബുദ്ധി അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഈ പ്രായോഗിക ബുദ്ധി ആരാണ് ജോസഫിന് നൽകിയത്? അത് ദൈവം നൽകിയതാണ്. ജോസഫ് മിടുക്കനായിരുന്നു, ശരി, അതുകൊണ്ട് കിട്ടിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ബുദ്ധി ദൈവം പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ്. അതിനുവേണ്ടിയാണ് ദൈവം അവനെ ഉയർത്തിക്കൊണ്ട് വന്നത്. മിസ്രൈമിനെ രക്ഷിക്കാൻ വേണ്ടിയല്ല, ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ജോസഫ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഫറവോൻ എങ്ങനെ പ്രതികരിച്ചത്? അങ്ങനെയെങ്കിൽ നീ തന്നെ ആ ജോലി ചെയ്യണം. അങ്ങനെയെങ്കിൽ നീ തന്നെ ജോലി ചെയ്യണം. കാരണം നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ മാത്രമല്ല, പരിഹാരം നിർദ്ദേശിക്കുവാനും കഴിയും. അപ്പോൾ നീ സാമാന്യ ബുദ്ധിയുള്ളവൻ മാത്രമല്ല, അസാമാന്യ ബുദ്ധിയുള്ളവനാണ്. ആ വിവേകം ഫറവോന് നൽകിയത് ആരാണ്? ദൈവം തന്നെയാണ് ആ വിവേകം ഫറവോന് നൽകിയത്. അല്ലാതെ അവൻ്റെ സ്വന്തം ബുദ്ധിയിൽ താനല്ല. ആ സ്വപ്നമൊന്നും വ്യാഖ്യാനിക്കാൻ അവന് കഴിയുമായിരുന്നില്ലല്ലോ. പ്രശ്നപരിഹാരവും അങ്ങനെയാണ്. അപ്പോൾ ജ്ഞാനവും വിവേകമുള്ള വ്യക്തി ദൈവാത്മാവുള്ളവനായിരിക്കും എന്ന് മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം ദൈവം ഫറവോന് നൽകി. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വ്യക്തിയാണ് ജോസഫ് എന്ന് തിരിച്ചറിയുവാനുള്ളതായിരിക്കുന്ന ജ്ഞാനം ദൈവം ഫറവോന് നൽകി. അതിന് പ്രകാരം ജോസഫിനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കി നിയമിച്ചു. അതിനുശേഷം ജോസഫ് ചെയ്തതായിരിക്കുന്ന നടപടിക്രമങ്ങൾ എത്ര മനോഹരമാണ്. ധാന്യമുണ്ടായാൽ ആ ധാന്യത്തിൽ ഒരു ഭാഗം രാജ്യത്തിന് കൊടുക്കണം എന്ന് ജോസഫ് പറഞ്ഞു. അപ്പോൾ ആ ധാന്യം സ്വരൂപിച്ചു. ഇത്ര ഭാഗം രാജ്യത്തിന് കൊടുക്കണം, ഇത്ര ഭാഗം ജനങ്ങൾക്ക് കൃഷിക്കാരനെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ധാന്യം ശേഖരിച്ചു. ആ ധാന്യങ്ങൾ ശേഖരിച്ച് വയ്ക്കാനുള്ളതായിരിക്കുന്ന കളപ്പുരകൾ പണിതു. 7 വർഷം കൊണ്ട് ധാന്യം ഒരുപാട് കൂട്ടി. അതിനെക്കുറിച്ച് പറയുന്ന അളവ് കുറച്ച് കഴിഞ്ഞ് നിർത്തിയെന്നാണ് പറയുന്നത്. കാരണം അതുപോലെ ധാന്യങ്ങൾ വന്നു. 7 സമൃദ്ധിയുടെ വർഷങ്ങൾ ഇഷ്ടംപോലെ ധാന്യം വിളഞ്ഞു. ആ ധാന്യങ്ങളുടെ ജനങ്ങളിൽ നിന്ന് ധാന്യം അങ്ങനെ അളന്നളന്ന് കൊണ്ടുവന്നു. അതെല്ലാം കളപ്പുരകളിൽ വലിയ വലിയ ധാന്യങ്ങൾ ശേഖരിക്കുന്നതായിരിക്കുന്ന കെട്ടിടങ്ങളിൽ അതെല്ലാം അങ്ങനെ സൂക്ഷിച്ച് വെച്ചു. ഫറവോന് ജോസഫിനെ വളരെ ഇഷ്ടമായി. പൊത്തീഫർ അവിടെ ഉണ്ടായിരുന്ന മഹാപുരോഹിതൻ്റെ മകളെ വിവാഹവും കഴിച്ചു കൊടുത്തു. മഹാപുരോഹിതൻ്റെ മകളെയൊക്കെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പദവിയാണ്. രാജാവ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉയർന്ന പുരോഹിതനാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന പുരോഹിതൻ്റെ മകളെ ഭാര്യയായിട്ട് കിട്ടി. ശോധനയുടെ 12 വർഷങ്ങൾ ഇതിനോടകം കഴിഞ്ഞു. 30 വയസ്സായി ജോസഫിന്. മിസ്രൈമിലെ ഭരണാധികാരിയായി. അതിനുള്ളതായിരിക്കുന്ന പരിശീലനം ഞാൻ വിചാരിക്കുന്നു പൊത്തിഫേറിൻ്റെ ഭവനത്തിലും തടവറയിലും കുണ്ടറയിലും അപ്പൻ്റെ കൂടെ ജീവിച്ച കാലത്തും ഒക്കെ ആയിട്ട് ജോസഫിന് ദൈവം നൽകി. ആ 7 സമൃദ്ധിയുടെ വർഷങ്ങളിൽ ജോസഫ് ആവോളം ധാന്യം ശേഖരിച്ചു. അതും ഒരു പാഠമാണ്. കാരണം ദൈവം നമുക്ക് അനുഗ്രഹം നൽകുമ്പോൾ അത് മുഴുവൻ തിന്നു തീർക്കരുത്. ഭാവിക്ക് വേണ്ടി അത് കരുതണം. ഭാവിക്ക് വേണ്ടി കരുതാതിരിക്കുന്ന ബുദ്ധികേടാണ്. പ്രായോഗിക ബുദ്ധിയാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. ജോസഫിൻ്റെ ബുദ്ധിപൂർവമായ ഒരു ഭരണക്രമീകരണം മിസ്രൈമിനെ മാത്രമല്ല ചുറ്റുമുള്ള അനേക ദേശങ്ങളെയും ക്ഷാമകാലത്ത് രക്ഷിച്ചു എന്ന് ഞാൻ പറയട്ടെ. സമയോചിതമായി പ്രവർത്തിക്കുന്ന ഭക്തന്മാർ അനേകരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകന്മാരാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ പ്രവർത്തിക്കുവാനുള്ള പ്രായോഗിക ബുദ്ധി ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ജോസഫിനും നെഹമ്യാവിനും മൊർദെഖായിക്കും ദാനിയേലിനും പൗലോസിനും മറ്റനേകർക്കും ഇങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധി ദൈവം കൊടുത്തത് നമുക്കറിയാം. അതെ, റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ പൗലോസ് എന്തോ ഒരു പ്രായോഗിക ബുദ്ധിയോടുകൂടിയാണ് പെരുമാറിയത്. അതിൻ്റെ ഫലമായിട്ട് അവർ ക്രേത്തദ്വീപിൽ അകപ്പെട്ടു, അവിടെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവരെല്ലാം നശിച്ചു പോകുമായിരുന്നു. ഏതൊരു സാഹചര്യത്തിലും അങ്ങനെയാണ്. ദൈവം തൻ്റെ മക്കൾക്ക് പ്രായോഗിക ബുദ്ധി നൽകും. ആ പ്രായോഗിക ബുദ്ധി അവർ ഉപയോഗിക്കണം. പലപ്പോഴും നമുക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവം ബുദ്ധി തന്നാൽ അത് ഉപയോഗിക്കുകയില്ല. ദൈവം നമുക്ക് നൽകുന്നതായിരിക്കുന്ന ബുദ്ധി നാം ഉപയോഗിക്കാതിരുന്ന അങ്ങനെയാണ്. മൊർദെഖായിക്ക് ബുദ്ധി കൊടുത്തു.
അതുകൊണ്ട് എസ്തറിനോട് നേരത്തെ പറഞ്ഞിരുന്നു, നിൻ്റെ വംശാവലിയൊന്നും പറയരുത്, യഹൂദന്മാരെല്ലാവരും വെറുക്കുന്നവരാണ്, നീ യഹൂദ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നീ രാജ്യസ്ഥാനത്തിലേക്ക് വരില്ല, അതുകൊണ്ട് നീ അത് പറയരുത്. രാജ്യസ്ഥാനത്ത് എത്തിയതിന് ശേഷം പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു സമയത്തിലേക്ക് അല്ലയോ ദൈവം നിന്നെ കൊണ്ടുവന്നെന്ന് ബുദ്ധിപദേശം കൊടുത്തു. ദൈവം നിന്നെ രാജ്ഞിയാക്കിയതിൻ്റെ കാരണം യഹൂദനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് തന്നെ അനന്തരവളോട് പറഞ്ഞു. അങ്ങനെ ബുദ്ധിപൂർവമായിരിക്കുന്ന ആലോചനകൾ കൊടുക്കുന്നവരായിരിക്കുന്ന ആളുകൾ എപ്പോഴും അങ്ങനെയാണ്. ബുദ്ധിപൂർവമായ ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ. യോസഫ് വളരെ ബുദ്ധിയുള്ള ആളായിരുന്നു, എന്നാൽ തനിക്കുണ്ടായിരുന്ന പ്രായോഗിക ബുദ്ധി ദൈവം തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്ന പ്രായോഗിക ബുദ്ധിയായിട്ട് നൽകിയതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നമുക്കും പ്രായോഗിക ബുദ്ധി വരും. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വരും, വലിയ സമസ്യകൾ വരും. എന്ത് ചെയ്യണമെന്ന് നാം അന്തിച്ചു നിൽക്കും. അപ്പോൾ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. യാക്കോബ് അതല്ലേ പറഞ്ഞത്, നിങ്ങൾ ഒരുവന് ബുദ്ധി കുറവാകുന്നുവെങ്കിൽ, വിജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ദൈവത്തോട് ചോദിക്കട്ടെ. ചോദിക്കുന്ന എല്ലാവർക്കും ഫലസിക്കാതെ ധാരാളമായി കൊടുക്കും, ദൈവം നിങ്ങൾക്ക് തരും. നമ്മളും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം ദൈവത്തോടെ ബുദ്ധി ചോദിക്കണം. ദൈവമേ പ്രായോഗിക ബുദ്ധി തരണം, ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ ജോസഫിന് ബുദ്ധി കൊടുത്ത ദൈവം എനിക്കും ബുദ്ധി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ബുദ്ധി നൽകും. അങ്ങനെ പ്രാർത്ഥിച്ച് ബുദ്ധി പ്രാപിച്ച് വിവേകം പ്രാപിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.